എന്താണ് റഷ്യ യുക്രൈൻ വാറിനുള്ള മെയിൻ കാരണങ്ങൾ? സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം നാറ്റോ രൂപീകരിക്കുന്നു. കാരണം യൂറോപ്പിൻ്റെയും US-ൻ്റെയും ഒരു പൊട്ടൻഷ്യൽ ത്രെട്ടാണ് USSR എന്നുള്ള പരിഗണന വെച്ചുകൊണ്ടാണ് നാറ്റോ രൂപീകൃതമാകുന്നത്. USSR എന്നും, അതായത് സോവിയറ്റ് യൂണിയൻ എന്നും ഈ നാറ്റോയെ എതിർത്തിരുന്നു. അതുകൊണ്ട് തന്നെ സോവിയറ്റ് യൂണിയൻ ഒരിക്കലും ജർമ്മൻ റീയൂണിഫിക്കേഷൻ, അതായത് ഈസ്റ്റ് ജർമ്മനി വെസ്റ്റ് ജർമ്മനി തമ്മിലുള്ള കൂടിച്ചേരലിന് ഒരിക്കലും സഹകരിച്ചിരുന്നില്ല. പക്ഷേ 1990-കളിൽ US സ്റ്റേറ്റ് സെക്രട്ടറി മിഖായൽ ഗോർബച്ചോവുമായിട്ട് സംസാരിക്കുകയും അദ്ദേഹവുമായിട്ടൊരു ട്രീറ്റി ഒപ്പിട്ട് നിങ്ങൾ ജർമ്മൻ റീയൂണിഫിക്കേഷൻ സഹകരിക്കൂ, ഞങ്ങൾ നാറ്റോ ജർമ്മൻ ബോർഡറിൽ നിന്ന് 1 ഇഞ്ച് പോലും കിഴക്കോട്ട് വ്യാപിക്കില്ല, അതായത് ഈസ്റ്റേൺ ഭാഗത്തേക്ക് വ്യാപിക്കത്തില്ല എന്ന് ഒരു ഉടമ്പടി വയ്ക്കുകയും ചെയ്തു. പക്ഷേ US ഈ ഉടമ്പടിയിൽ നിന്ന് വളരെ ഭംഗിയായിട്ട് പിന്മാറി. 1994 ബിൽ ക്ലിൻ്റൺ അധികാരത്തിൽ വന്നപ്പോഴത്തേക്കും അദ്ദേഹം നാറ്റോ എക്സ്പാൻഡ് ചെയ്യാനുള്ള പ്ലാൻ കൊണ്ടുവരികയും 1999-കളിൽ നാറ്റോ ഹാസ് എക്സ്പാൻഡഡ് ടിൽ പോളിഷ് ബോർഡർ, അതായത് പോളണ്ടിൻ്റെ ബോർഡർ വരെ നാറ്റോ എക്സ്പാൻഡായി. അപ്പം ഇതിനിടയ്ക്ക് റഷ്യയിൽ അധികാരം മാറ്റം ഉണ്ടായി. വ്ളാഡിമിർ പുടിൻ അധികാരത്തിൽ വന്നു. അതോടുകൂടി റഷ്യയുടെ സാമ്പത്തികവും സ്ട്രാറ്റജിക്കും മാത്രമല്ല അവിടെ കാര്യമായ ഒരു പുരോഗതി ഉണ്ടായി. റഷ്യ ശക്തി പ്രാപിക്കുകയാണ്. അതായത് സോവിയറ്റ് യൂണിയനിൽ നിന്ന് പൊട്ടിയടന്ന് മാറിയ സോവിയറ്റിൻ്റെ എല്ലാ സ്വഭാവങ്ങളുമുള്ള റഷ്യ പയ്യെ ശക്തി പ്രാപിക്കുകയാണ്. ഇതറിഞ്ഞുകൊണ്ട് തന്നെ ഈ 2002 US ഒരു ആൻറ്റി ബാലിസ്റ്റിക് മിസൈൽ ട്രീറ്റ് ഉണ്ടായിരുന്നു റഷ്യയുമായിട്ടുള്ള, അതായത് അതിൽ നിന്ന് ഭംഗിയായിട്ട് അങ്ങോട്ട് പിന്മാറുന്നു. ഇത് റഷ്യ ട്രിഗർ ചെയ്യുന്നു. ആൻറ്റി ബാലിസ്റ്റിക് മിസൈൽ ആക്ടിൽ നിന്ന് പിന്മാറുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ആൻറ്റി ബാലിസ്റ്റിക് മിസൈലുകൾ പോളിഷ് ബോർഡറിൽ കൊണ്ട് സ്ഥാപിക്കുകയും ചെയ്യാം. സോ ഇറ്റ് വിൽ ടേക്ക് വെരി ഫ്യൂ മിനിറ്റ്സ് ടു റീച്ച് മോസ്കോ ഉണ്ടാകുന്നു. അതിനുശേഷം ഈ 2004-2005 US എന്താ ചെയ്യുന്നു പറഞ്ഞത്, US യുക്രൈനിലെ ഒരു ഗവൺമെൻറ്റിനെ ചേഞ്ച് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നു. ദാറ്റ് ഗവൺമെൻറ് വാസ് പ്രോ റഷ്യൻ ഗവൺമെൻറ്. അതിനുശേഷം 2014 സ്ട്രോങ് ആയിട്ട് അമേരിക്ക വർക്ക് ചെയ്തുകൊണ്ട് ഗവൺമെൻറ്, അതായത് യുക്രൈനിലെ ഗവൺമെൻറ്റിനെ ഓവർത്രോ ചെയ്യുന്നു. മാത്രമല്ല 2019 ന്യൂക്ലിയർ, അതായത് ഇൻ്റർനാഷണൽ ന്യൂക്ലിയർ ആംസ് ട്രീറ്റി വിത്ത് റഷ്യ, അതിൽ നിന്നും US പിന്മാറുന്നു. ഇത് റഷ്യയെ അകാരണമായി വീണ്ടും ചൊടിപ്പിക്കുന്നു. പക്ഷേ 2021 റഷ്യ US സെക്യൂരിറ്റി ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ ഒരു ബില്ലുമായിട്ട് പുടിൻ വരുന്നു. അതിന് US സമ്മതിക്കുന്നില്ല. ഇതെല്ലാം കഴിഞ്ഞ ശേഷം 2022 പുടിൻ സ്റ്റാർട്ടിങ് സ്പെഷ്യൽ മിലിറ്ററി ഓപ്പറേഷൻ.